പ്രിയമുള്ള മദ്യപാനികളായ കൂട്ടുകാരെ, ഇന്നൊരു കോക്ടെയിലാണ് ഉണ്ടാക്കുന്നത്. ചിലർക്കൊക്കെ മദ്യത്തിൻ്റെ ടേസ്റ്റ് മാത്രമായിട്ട് ഇഷ്ടപ്പെടുകയില്ല, എന്നാൽ രണ്ടെണ്ണം അടിക്കണമെന്ന് ആഗ്രഹം കാണും. അപ്പോൾ പിന കൊളാഡ എന്ന് പറയുന്ന കോക്ടെയിലാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള കോക്ടെയിലാണ്. കോക്ടെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മദ്യത്തിൻ്റെ കൂടെ ഫ്രൂട്ട് ജ്യൂസ് അതുപോലൊക്കെയുള്ള ഇതും കുറച്ച് മധുരമൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കോക്കനട്ട് തേങ്ങാപ്പാൽ പൊടിയുണ്ട്, പൈനാപ്പിൾ ജ്യൂസുണ്ട്, ഷുഗറുണ്ട്, പിന്നെ ഇളം ചൂടുള്ള വെള്ളം. തേങ്ങാപ്പാൽ പൊടിയെ തേങ്ങാപ്പാലാക്കി കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇളം ചൂടുള്ള വെള്ളത്തിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഇതിട്ടു. അതായത് ഒരു 60 മില്ലി, 2 ഗ്ലാസ്സിനാണ്, നമുക്ക് 2 പേർക്ക് വേണ്ടിയിട്ടാണ്. ഒരു 60 മില്ലി തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടാണ്. ചുറ്റും നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്യും നല്ലപോലെ. നല്ല തേങ്ങാപ്പാൽ, ശരിക്കും കോക്കനട്ട് ക്രീമാണ് ഇതിനാവശ്യം. കോക്കനട്ട് ക്രീം എന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടുള്ള. അപ്പോൾ നമുക്കിത് നോക്കാം, തിക്നെസ് ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല, വലിയ തിക്നെസ് കിട്ടിയില്ല. അപ്പോൾ ഒരു കുറച്ച് പൗഡർ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തായാലും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിലും ഒരു കോക്ടെയിൽ അടിക്കാനല്ലേ, ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ. നല്ലപോലെ പതപ്പിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, നല്ല ക്രീമി ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് നമുക്ക് കിട്ടി. പിന്നെ ഒരു ലെമണാണ് വേണ്ടത്, ഒരു നാരങ്ങ തൽക്കാലം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുട്ടി ഓറഞ്ചിനെടുത്ത് അതിനെ നമുക്കിതിലോട്ട് പിഴിഞ്ഞങ്ങ് ഒഴിക്കാം. സ്ക്വീസറുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ, പക്ഷേ ഇവിടെ എവിടെയോ ഇരിക്കുകയാണ്. ഇതിനിപ്പോൾ തപ്പിയെടുത്താൽ നാളെ. തൽക്കാലം നമുക്കിതിനെ ഇങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് ചെയ്യുമ്പോൾ ഈ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. അതാണ് അതിൻ്റെ, പിരിഞ്ഞൊക്കെ നിൽക്കും. അതിനു മുമ്പ് നമ്മളതിനെ ചെയ്യണമെങ്കിലും കൊള്ളായിരിക്കും. ഞാൻ നേരത്തെ കുടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സാധനം കൂടെ ഇട്ട് ഇനി നമുക്ക് പൈനാപ്പിൾ ജ്യൂസ്, അത് നമ്മളിങ്ങനെ എടുത്ത് ചെയ്താലേ നേരെ മിക്സ് ആവില്ല. അത് കുലുക്കിയിട്ട് എടുക്കണം, പക്ഷേ നേരെ കുലുങ്ങില്ല. അപ്പം നമ്മൾ തുറന്നിട്ട് കുറച്ച് കുടിക്കണം. അപ്പോൾ അതിനകത്ത് കുറച്ച് ഗ്യാപ്പ് വരും. എന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്തിട്ട് കുലുക്കുമ്പോൾ നല്ലപോലെ കുലുക്കും. ഇതെല്ലാം വളരെ ഐഡിയാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ് എടുത്തിട്ട് ഇതിലോട്ട് 2 ഗ്ലാസ്സിൽ, ഓർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 2 ഫുൾ ഗ്ലാസ് എടുക്കണ്ട, ഒരു 1.5 ഗ്ലാസ് എടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ബാക്കി തേങ്ങാപ്പാലും 2 ഇതിനാകുമ്പോൾ 60 120 മില്ലി മദ്യവും ഇതിൽ ചേർക്കാം. ഇതങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങോട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. ശരിക്കും ഇത് കുറച്ചുകൂടെ ഈസി നമ്മുടെ മിക്സിയിലിട്ട് അടിക്കുന്നതാണ്. പിന്നെ ഇതുള്ളത് കൊണ്ട് തൽക്കാലം ഇത് വെച്ചങ്ങ് ചെയ്തേ ഉള്ളൂ. എന്നിട്ടൊന്ന് കുറച്ച്, ഇതിനിപ്പോൾ ഇത്തിരി ഒരു മധുരം കുറവാകാൻ ചാൻസ് ഇല്ല. നാരങ്ങയാണെങ്കിൽ ഇത്തിരി മധുരം കുറവ് വരും. ഇതിപ്പോൾ ഓറഞ്ചിൽ എങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മധുരവും കൂടെ ഇടാം. അങ്ങനെ ഇതിനെ മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ലപോലെ ക്രീമി ആക്കി എടുക്കണം. നമ്മളിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇതിൽ വൈറ്റ് റമ്മും യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് റിച്ച് ആയതുകൊണ്ട് വിസ്കിയാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, റിച്ച് ആയിട്ടുള്ളവർക്ക് വിസ്കിയൊക്കെ യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ശരിക്കും യൂസ് ചെയ്യേണ്ടത് വൈറ്റ് റമ്മാണ്. വിസ്കി യൂസ് ചെയ്യാം. നമ്മൾ ഈ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച നല്ല ക്രീമി ആയിട്ടുള്ള ആ മിക്സ് നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട്
കണ്ട എൻ്റെ അളവ് വരെ കറക്റ്റായിരുന്നു. കറക്റ്റായിട്ട് ഞാൻ മാത്രമേ ചെയ്യുള്ളൂ, വേറെ ആർക്കും പറ്റാറില്ല. ഇതിൻ്റെ ഒരു പ്രത്യേക കഴിവ്. നിങ്ങളെടുത്ത് എവിടെ ഇതാ, നിങ്ങൾ ചെയ്യുമ്പോൾ ചിയേഴ്സ് അടിക്കാൻ മറന്നു പോകരുത് പ്രത്യേകം.